വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തോടുള്ള സ്നേഹമാണ്. ആ ദൈവത്തോടുള്ള സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും കളയാതെ സൂക്ഷിച്ച ഒരു മഹത് വ്യക്തിയാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. തൻ്റെ പ്രാർത്ഥനയും അനുദിനമുള്ള വിശുദ്ധ കുർബാനയും കുമ്പസാരവും വിശ്വാസ തീർത്ഥാടനവും എല്ലാം തൻ്റെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു എന്ന ബോധ്യം നിലനിർത്തുന്ന നീതിയുടെ സംരക്ഷകനായി എന്നും എല്ലായ്പ്പോഴും അറിയപ്പെടുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ. നമസ്കാരം. സാറിൻ്റെ ജീവിതത്തിൽ വിശ്വാസ അടിത്തറ വലിയ ശക്തിയാണ്. ദൈവത്തോടുള്ള വലിയ സ്നേഹം അതാണ് ജീവിതത്തെ എന്നും പിടിച്ചു നിർത്തിയിട്ടുള്ളതെന്ന് സാർ എല്ലായിടത്തും പങ്കുവച്ചിട്ടുണ്ട്. അനുദിനമുള്ള വിശുദ്ധ കുർബാന, എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥന, വിശ്വാസ തീർത്ഥാടനം എല്ലാം സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നവീകരണം വരുത്തിയിട്ടുള്ളതാണ്. എന്താണ് ഈ ആത്മീയതയുടെ പിന്നിലെ രഹസ്യങ്ങൾ? നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണ് എന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമ്മിൽ നിറവേറണം എന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കണം. നാം ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ, ദൈവത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ ആദ്യമേ നന്ദി പറയട്ടെ. അതിനുവേണ്ടിയുള്ള പരിശ്രമം നിരന്തരം നടത്തുന്ന ഒരാളാണ് എന്ന് ഞാൻ താഴ്മയോടെ പറയട്ടെ. നമ്മുടെ പരിശ്രമമാണ് നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തുകയുള്ളൂ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, യാതൊരു സംശയമില്ല. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഒരു ആശ്വാസം വെറുതെ മാത്രം കിട്ടിയാൽ പോരാ. അത് നാം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനാണ്, മകളാണ് എന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും നമ്മളെ ബന്ധപ്പെടുന്നവർക്കും നമ്മളുമായി ഇടപഴകുന്നവർക്കും ഒക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ അവർക്ക് ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കണം. നമ്മുടെ ജീവിതത്തെ ദർശിച്ച് സ്പർശിക്കുന്നവർക്ക് നമ്മിലൂടെ ആ ദൈവിക നന്മകൾ ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യമേ വിശുദ്ധി ഉണ്ടാവണം. ഹൃദയ വിശുദ്ധിയുള്ളവരെ ദൈവത്തെ കാണുകയുള്ളൂ. ഞാൻ എന്നും ചൊല്ലുന്ന 34-ാമത്തെ സങ്കീർത്തനത്തിൽ വളരെ ആഴമായി ഞാൻ ധ്യാനിക്കാറുള്ള ഒന്നാണ്, അവിടുത്തെ നോക്കിയവരാണ് പ്രകാശിതരായെന്നുള്ളത്. അപ്പം ദൈവത്തെ നോക്കിയവർ പ്രകാശിതരാകും. അപ്പോൾ ദൈവത്തെ നോക്കി പ്രകാശിതമായി കഴിഞ്ഞാൽ ആ ദൈവിക പ്രകാശം നമ്മിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായ ദൈവം എന്നെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവം എന്നിലൂടെ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് അത് ദൈവത്തിൻ്റെ മഹത്വത്തിനും ദൈവജനത്തിൻ്റെ നന്മയ്ക്കുമായിട്ട് വിനിയോഗിക്കപ്പെടണം എന്നും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നിൽ ആ ഒരു ദൈവികത നിറഞ്ഞിരിക്കണം. ആ ദൈവികത നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ സുഹൃത അനുഷ്ഠാനങ്ങൾ. എന്നോട് സുപ്രീം കോടതിയിൽ പലരും ചോദിച്ചിട്ടുണ്ട്, ദിവസവും ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോയിട്ട് എങ്ങനെ സമയം കിട്ടുമെന്നുള്ളത്. ഞാൻ ദിവസവും ദേവാലയത്തിൽ പോയിട്ടോ ദിവസവും ഞാൻ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനകളും മറ്റും നിർവഹിച്ചിട്ടോ എനിക്കൊരിക്കലും സമയക്കുറവ് തോന്നിയിട്ടില്ല. അതിൻ്റെ പേരിൽ എനിക്ക് സമയം കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് വേറെ വിനോദങ്ങളൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ദേവാലയത്തിൽ പോകുന്ന വഴിയായിട്ട് ദൈവം എനിക്ക് തരുന്ന ഒരു ഊർജം, അത് എന്നെ വിശദീകരിക്കാനും എന്നെ നവീകരിക്കാനും എനിക്ക് ഒരു വ്യക്തതയും കിട്ടാനായിട്ട് ഒത്തേറെ ഉപകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിറവ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ ജ്ഞാനം തരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു ബോധ്യമാണ്, എൻ്റെ അനുഭവങ്ങളുടെ കൂടെയാണ്. ഞാൻ എന്തോരം വായിച്ചാലും ആ വായിച്ചതിലൂടെ ഒരു ജ്ഞാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാവണം. ആ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് സംഭവിക്കുന്നത് ദൈവാത്മാവിനോട് പ്രവർത്തനം കിട്ടാൻ പാകത്തിന്, ദൈവാത്മാവിൻ്റെ നിറവ് ഉണ്ടാവാൻ പാകത്തിന് വിശുദ്ധ കുർബാനയും നമ്മുടെ ആത്മീയ വിശുദ്ധീകരണവും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നടത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ദിവസവും ചൊല്ലുന്ന പ്രാർത്ഥനകളിൽ പെട്ടതാണ് ദൈവത്തിൻ്റെ സംരക്ഷണം ചോദിച്ചിട്ടുള്ള 34-ാമത്തെ സങ്കീർത്തനം, 91-ാമത്തെ സങ്കീർത്തനം, മാതാവിൻ്റെ സ്തോത്രഗീതം, മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന, ഒരു ബന്ധന പ്രാർത്ഥന, ഇതെല്ലാം ദിവസം ചൊല്ലുന്നു. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് ദൈവികമായ കാര്യങ്ങൾ നിർവഹിക്കാനും സാധിക്കുകയുള്ളൂ. ഈ ആയുധങ്ങൾ ധരിക്കാത്തപ്പോഴാണ് നമുക്ക് ലോകത്തിൻ്റെ കളങ്കം ഏൽക്കുന്നത്. യാക്കോബ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കണം. നമ്മളെ തന്നെ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ദൈവികമായ ആയുധങ്ങൾ ധരിക്കണം. ആ ആയുധങ്ങൾ ധരിക്കുന്നവനെ
ആ ശക്തി കിട്ടാവുള്ളൂ, ആ സംരക്ഷണം കിട്ടുകയുള്ളൂ. അതിനുള്ളൊരു എളിയ പരിശ്രമമാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ആത്മീയ ജീവിതത്തിലൂടെ നടത്തിയിട്ടുള്ളത്. സാധാരണ വിശ്വാസിയോട് നമ്മൾ പള്ളിയിൽ വരുന്ന കാര്യവും ഒക്കെ പറയുമ്പോൾ സമയക്കുറവ് പറയാറുണ്ട്. സാറിപ്പോൾ സൂചിപ്പിച്ചു, സാറിന് എല്ലാറ്റിനും സമയമുണ്ട്. സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുർബാനയ്ക്ക് വരാൻ പറഞ്ഞാലും അവന് സമയക്കുറവുണ്ട്, ഒരു ബിസിനസ് നടത്തുന്നവനും സമയക്കുറവുണ്ട്. പക്ഷേ സാറ് ഹൈക്കോടതിയിലായിരുന്നപ്പോഴും ചീഫ് ജസ്റ്റിസായി ഹിമാചലിലായിരുന്നപ്പോഴും സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിരുന്നപ്പോഴും ഒക്കെയും കോടതിയിലേക്ക് പോകുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ദേവാലയത്തിൽ ചെലവിട്ടതിന് ശേഷമാണ്. സാർ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷമാണ്. ഈ ഒരു ആത്മീയത എത്രമാത്രം സാറിൻ്റെ എല്ലാ മേഖലകളിലും സ്വാധീനിച്ചിട്ടുണ്ട്? എന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അച്ഛനിപ്പോൾ സൂചിപ്പിച്ചത്. എനിക്ക് ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തോ ഒരു കുറവ്, ഒരു ജീവിതത്തിൽ ഒരു ദിവസം കുറഞ്ഞു പോയൊരു തോന്നലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എനിക്ക് ദൈവം നൽകുന്ന ആ ഒരു ശക്തിയാണ് ഞാൻ അതിലൂടെ തിരിച്ചറിയുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു കാലഘട്ടം വക്കീലായിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വലിയ എക്സസൈസ് എടുത്തുകൊണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറയായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല, സുഹൃത്തെ, ഈ ഒരു എക്സസൈസ് എൻ്റെ ആൾക്കാരുടെ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്യുന്ന സമയം കൊണ്ട് ഒരു അരമണിക്കൂർ നേരം ഒരു കുർബാനയിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഐ ഹാവ് നോ ടൈം, സമയമില്ലെന്ന് പറഞ്ഞു. സമയമില്ല, കാരണം ഇത് എൻ്റെ റെഗുലർ ഷെഡ്യൂളാണ്. രാവിലെ എഴുന്നേറ്റ് ഇത്ര നേരം നടക്കും, ഇത്ര സമയം എക്സസൈസ് ചെയ്യും, അത് ഞാൻ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കും. എൻ്റെ ജോലിയാണ് എൻ്റെ പ്രാർത്ഥന. അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു. ഞാൻ വേറെ ഒരു അർത്ഥത്തിൽ പറയുന്നു എന്ന് ധരിക്കരുത്. ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ ICU കാണാനിടയായി. അദ്ദേഹത്തെ ഞാൻ ICU കണ്ടത് അദ്ദേഹത്തിൻ്റെ ചെസ്റ്റ് പ്രോബ്ലം കൊണ്ട് തന്നെയായിരുന്നു, ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയേറെ ആരോഗ്യത്തിൽ വ്യക്തമായ കൃത്യത പാലിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തി പിന്നീട് കാണാനിടയായത് അത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയാണെന്ന് ഒരിക്കലും ഞാൻ പറയും. കാരണം ദൈവം അങ്ങനെ ഒരു അളന്നു നോക്കി ശിക്ഷിക്കുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നാം ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്പേസ്, ദൈവത്തിന് കൊടുക്കുന്ന ഒരു ടൈം. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതി. സ്നേഹിക്കുന്നു എന്ന് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോലെ അത് ആ ഭാര്യയെ സ്നേഹിക്കുന്നുള്ളത് എൻ്റെ സാന്നിധ്യം കൊണ്ട്, എൻ്റെ സാമീപ്യം കൊണ്ട് ആ വ്യക്തിക്ക് മനസ്സിലാവണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് കൊടുക്കുന്ന സ്പേസും ദൈവത്തിന് കൊടുക്കുന്ന ടൈം എന്താണ്, അതുവഴിയായിട്ട് എനിക്ക് എന്തുമാത്രം ഫില്ലിങ് നടക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ചെറുപ്പം മുതൽ ദൈവിക കാര്യങ്ങൾ ഇടപെട്ടതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും സമയത്തിൻ്റെ ഒരു കുറവ് അനുഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് എനിക്ക് സമയം കൂടുതലുണ്ടായി എന്ന് തോന്നിയിട്ടില്ല മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മക്കളോട് എന്നും പറയായിരുന്നു, പരീക്ഷയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. ആ അരമണിക്കൂറോളം കൂടി നിങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. രാവിലെ നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് കുർബാനയ്ക്ക് വേണം. നിങ്ങൾ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എന്നിട്ട് കിട്ടുന്ന മാർക്ക് കിട്ടിയാൽ മതി. കാരണം എന്തുമാത്രം വായിച്ചിരുന്നാലും നമുക്കൊരു ഓർമ്മ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോയില്ലേ. അപ്പോൾ ദൈവം നമുക്ക് ഓർമ്മ തരുന്ന ആരാ? പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനമാണ്, ജ്ഞാനത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. നമുക്ക് പഠിച്ചത് നന്നായിട്ട് ഓർത്തെടുത്ത് നന്നായിട്ട് അടുക്കും ചുറ്റോടുകൂടി തെറ്റുകൂടാതെ എഴുതുക എന്നുള്ളത്. അത് ദൈവാത്മാവ് നമ്മൾ നിറയണമെന്നുണ്ടെങ്കിൽ ഇപ്രകാരം പരിശുദ്ധ കുർബാനയും നമ്മുടെ സുഹൃതാനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ആ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നാം ദൈവത്തിന് കൊടുക്കുന്ന ആ സമയവും ദൈവത്തിന് കൊടുക്കുന്ന ആ പ്രാധാന്യവും. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തപ്പോൾ ദൈവം എനിക്ക് ലോകത്ത് 1-ാം സ്ഥാനം തന്നു. ഞാൻ എപ്പോഴും ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ പറയാറുണ്ട്. കാരണം വെറും ഒരു സാധാരണ സ്കൂളിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് പഠിച്ച് ഒക്കെ നടന്നിരുന്ന എൻ്റെ പിതാവ്, ഞാൻ ജോലി ചെയ്തിരുന്ന ജഡ്ജിയായി ജോലി ചെയ്തിരുന്ന ഹൈക്കോടതിയിൽ സാധാരണ ക്ലർക്കായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള എന്നെ ആ ഹൈക്കോടതിയിൽ തന്നെ അവിടുത്തെ തന്നെ അഡീഷണൽ ആർട്ടിക്കൽ ജനറലാക്കി, അത് കഴിഞ്ഞ് അവിടുത്തെ ജഡ്ജിയാക്കി, അവിടുത്തെ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ചീഫ് ജസ്റ്റിസ് ആയി പിന്നെ സുപ്രീം കോടതിയിലേക്ക് എത്തിച്ചു. അപ്പോൾ എനിക്ക് എന്തുണ്ടെന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യമാണ്, എനിക്ക് എന്തില്ല എന്നുള്ളത് നല്ല ബോധ്യം. പക്ഷേ എൻ്റെ സമ്പത്ത് എന്നുള്ളത് ദൈവം എന്നെ കാക്കുന്നു, ദൈവം എന്നെ പരിപാലിക്കുന്നു, ദൈവം എന്നെ കൈവിടില്ല, ദൈവം എന്നെ അനാഥനായി വിടുകയില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, എൻ്റെ ദൈവത്തിന് സർവ്വവും സാധ്യമാണ്. ആ അർത്ഥത്തിൽ ദൈവത്തെ പൂർണ്ണമായും ആശ്രയിച്ച് വിശ്വസിച്ച് ശരണപ്പെട്ടുള്ള ഒരു പിടുത്തമാണ്. ആ പിടുത്തത്തിൽ എനിക്ക് ഒരിക്കൽ പോലും ഒരു പിടി വിട്ടുപോയിട്ടുമില്ല, എനിക്ക് ദോഷം സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എപ്പോഴും അതിൻ്റെ പേരിൽ ഞാൻ നന്മകളെ കൂടുതൽ കണ്ടിട്ടുള്ളൂ. സാറിൻ്റെ അടുത്ത് എല്ലാവരും പ്രസംഗിക്കുമ്പോൾ എല്ലാവരും സാറിനെ മാതൃകയാക്കി പറയുന്നൊരു കാര്യമാണ് സാറിപ്പോൾ സൂചിപ്പിച്ചത്. ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു, അതുകൊണ്ട് ദൈവം എന്നെ 1-ാം സ്ഥാനത്താക്കി. ഇത് സാറിൻ്റെ കുടുംബത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. സാറ് കുടുംബത്തോടൊപ്പം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ഒരു പതിവുള്ള ഒരാളാണ്.
എനിക്ക് തോന്നുന്നു കുഞ്ഞുനാൾ മുതൽ മാതാപിതാക്കൾ പഠിപ്പിച്ചതും അത് തന്നെയാണ്, ഇപ്പോഴും സാറ് തുടരുന്നതും അത് തന്നെയാണ്. ഇന്നത്തെ ഏത് കുടുംബങ്ങൾക്കും ഒരു മാതൃകാ കുടുംബമാണ് സാറിൻ്റേത്. ഇന്നത്തെ ഈ കുടുംബങ്ങൾ ഇതില്ലാതെ പോകുന്നതിൻ്റെ ഒരു കുറവ് ഇന്നത്തെ തലമുറ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തോടൊപ്പമുള്ള വിശുദ്ധ കുർബാനയുടെ ഒരു പ്രസക്തി സാറിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കും. നമ്മുടെ ആത്മീയ കുടുംബം ആര് സ്ഥാപിച്ചത്? ദൈവം സ്ഥാപിച്ചത്. എനിക്ക് ചേരുന്ന ജീവിത പങ്കാളിയെ തന്ന ആരാ? ദൈവമാണ്. എനിക്ക് മക്കളെ തന്ന ആരാ? ദൈവമാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെ രൂപീകരിച്ച ദൈവമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ കുടുംബം ഒന്നായി നിൽക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആ സ്നേഹത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു പ്രതിസമ്മാനമാണ്. അതാണ് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. അല്ലാതെ ഓരോരുത്തരും ഒരേ വഴിക്കൊന്നും നടത്തില്ല. അപ്പം എൻ്റെ കൂടെ കുടുംബം ഉണ്ടായിരുന്ന കാലഘട്ടം മുഴുവൻ ചേർത്ത് നിർത്തി ഒരുമിച്ച് നിന്ന് ഞങ്ങൾ ഇപ്രകാരമുള്ള സുഹൃത്താനുഷ്ഠങ്ങളിൽ പങ്കെടുക്കായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ എല്ലാ വർഷവും നടത്തിയിരുന്ന ഒരു കുടുംബ ധ്യാനം നടത്തുമായിരുന്നു. എല്ലാവരും ഒരുമിച്ചൊരു കുടുംബ ധ്യാനത്തിന് പോയായിരുന്നു, മക്കൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഒരു ആത്മീയ തീർത്ഥാടനം നടത്തുമായിരുന്നു. അതുപോലെ തന്നെ അവർക്കൊരു ഉല്ലാസയാത്ര. അത് ഞങ്ങളൊരു റെഗുലർ ഷെഡ്യൂളായിരുന്നു, 3 ഷെഡ്യൂൾ എന്നുള്ളത്. അതുപോലെ അവരോട് എപ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു അപ്പോഴെല്ലാം നമുക്ക് ഒരു സന്തോഷിക്കാനും ഉണ്ടാവണം, മാനുഷികമായ സന്തോഷങ്ങളുണ്ടാവണം. കാരണം കുട്ടികളാണ്, അവരുടെ പ്രായത്തിനനുസരിച്ച് സന്തോഷങ്ങളുണ്ടാവണം, ഉല്ലാസങ്ങളുണ്ടാവണം. പക്ഷേ അത് നമ്മുടെ ഉല്ലാസങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ ഇടങ്കോലിടുന്നവനാണ് ദൈവം എന്ന് എൻ്റെ മക്കൾക്കും തോന്നിയില്ല, ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. ദൈവം നമ്മുടെ സന്തോഷങ്ങളെ വർദ്ധിപ്പിക്കുന്നവനാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ടോ കൊന്ത കയ്യിൽ ധരിച്ചതുകൊണ്ടോ കൊന്ത യാത്രയിൽ ചൊല്ലിയതുകൊണ്ടോ ഒന്നും നമ്മുടെ സന്തോഷങ്ങൾക്കൊരു കുറവും വരില്ല. സന്തോഷങ്ങൾ കൂട്ടിയിട്ടേ ഉള്ളൂ. കുടുംബത്തെ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും വിശുദ്ധിയിലും ഒരുമിച്ച് നിർത്താനായിട്ട് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളും ഈ കുടുംബത്തിലെ ആത്മീയ സുഹൃത്തുക്കളും ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസം. ഇന്നത്തെ കുടുംബങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ ഒരു വലിയ കുറവുണ്ട്. അത് ഇന്നലെ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ അത് എടുത്തു പറയുകയും ചെയ്തു. ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള ഭക്ഷണം, അത് ഒരുമിച്ചുള്ള കുടുംബ ജീവിതത്തിനെ വളർത്തുന്നു എന്നുള്ളത്. ഈ ഒരു കുറവ് ഇന്ന് കുടുംബങ്ങൾ അനുഭവിക്കുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ട്? എനിക്ക് ധാരാളം തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പുറം രാജ്യങ്ങളിൽ. ഞാനൊരു രാജ്യവും ഞാൻ പറയില്ല, വ്യക്തികളെയും പറയില്ല. പക്ഷേ രാജ്യത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ എന്നോടൊരു ഭാര്യ പറഞ്ഞതാണ്, ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ കണ്ടുമുട്ടുന്നുള്ളൂ. കാരണം ഞാൻ വരുമ്പോൾ അദ്ദേഹം പോകും, അദ്ദേഹം വരുമ്പോൾ ഞാൻ ജോലിക്ക് പോകും. അത് ജീവിക്കാനുള്ള ഒരു 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 എന്താ പറയുക, അത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കഠിനാധ്വാനം ചെയ്യുന്നത്? നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. ആർക്ക് വേണ്ടി കാശുണ്ടാക്കുന്നത്? ഈ മക്കൾക്ക് വേണ്ടിയിട്ട്. ഈ മക്കൾക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? നിങ്ങൾ പരസ്പരം കാണാൻ പറ്റാതെയും ഒരുമിച്ചിരിക്കാതെയും ഒക്കെ നിങ്ങൾ ഈ കാശുണ്ടാക്കിയിട്ട് എന്ത് സന്ദേശം? നിങ്ങൾ മക്കൾക്ക് എന്ത് എഴുതി കൊടുക്കാൻ പോകുന്നു? അവസാനം നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിൽപ്പത്രത്തിൽ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച സമ്പത്തൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സമ്പാദിച്ചത് മക്കൾക്ക് വേണ്ടി സമ്പാദിച്ച സമ്പത്താണോ, അതോ മക്കളെ നല്ലവരാക്കി വളർത്താനായിട്ട് നിങ്ങളുടെ ജീവിതം വ്യയം ചെയ്തോ? ഏതായിരിക്കും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ളതും മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളതും? അത് അവർക്ക് വലിയ തുറവിയായിരുന്നു. ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാ? നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കുന്നു? അതുകൊണ്ട് ദൈവം തന്ന ജീവിതത്തെ, ദൈവത്തെ മറന്നിട്ട് ഒരു മാനുഷികമായ വ്യഗ്രതയിൽ ഏർപ്പെട്ട് കുറേ സ്വത്ത് സമ്പാദിക്കുന്ന ഒരു അവസ്ഥ വിട്ടിട്ട് ദൈവത്തെ ഓർത്തുകൊണ്ടും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടും ദൈവം അനുവദിക്കുന്നതും ദൈവം തന്നതുമായിട്ടുള്ള കാര്യങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ടും ഒരു കുടുംബത്തെ ഒന്നാക്കി നിർത്തി കൊണ്ടുപോകാൻ കഴിയണം. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ ജീവിക്കുന്നതിന് യാതൊരു അർത്ഥമില്ല. നമ്മൾ ജോലി ചെയ്യണം, തീർച്ചയായിട്ടും ജോലിയുടെ തിരക്കുണ്ട്, മക്കളുടെ ട്യൂഷനുണ്ട്, പഠിപ്പുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് സമയമുണ്ട്, അതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നത് എവിടെയാണ്? കോംപ്രമൈസ് ചെയ്യുന്നത് ഒന്നുകിൽ നമ്മുടെ കുർബാന, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ സമയം. ബാക്കി എല്ലാത്തിനും സമയം കണ്ടെത്തുകയും ചെയ്യും. പക്ഷേ അതൊരു നോൺ നെഗോഷ്യബിൾ, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയായിട്ട് അതിനെ കാണാൻ കഴിഞ്ഞാൽ നമുക്കതിനോട് താല്പര്യമുണ്ട്. അത് അതേസമയം നമ്മളൊരു കടമ എന്നുള്ളത് എനിക്ക് ഒരു കൃത്യമായിട്ട് ചൊല്ലി തീർക്കുക, അങ്ങനെ ഒരു കടമ കർത്താവ് ആഗ്രഹിക്കുന്നുമില്ല. കർത്താവിന് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ആ പ്രാർത്ഥനയുടെ സമയത്ത് ചെല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിലോ കുർബാനയ്ക്ക് ചെല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിലോ അതെല്ലാം ദൈവത്തിന് അറിയാം. നമുക്കതിനകത്ത് നമ്മൾ പുലർത്തുന്ന മനോഭാവമാണ് അതിനകത്ത് ഏറ്റവും വലുത്. ബാക്കി എല്ലാത്തിനും സമയം കണ്ടെത്തുകയും ഇതിന് സമയമില്ലാതിരിക്കുകയും ചെയ്യുന്നത്, അതാണ് ദൈവത്തിന് വിഷമം ഉണ്ടാക്കുന്നത്. കാരണം അത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഉള്ള ഒരു 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 തിരിച്ചടിയോ സ്നേഹത്തിന് ഏൽപ്പിക്കുന്ന ഒരു ആഘാതമാണത്. കാരണം യഥാർത്ഥ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം. ആ അടയാളങ്ങളുടെ ഭാഗമാണ് ഇപ്രകാരം ദൈവം തന്ന കുടുംബത്തെ ഒരുമിച്ച് നിർത്തുക.
ആ കുടുംബത്തിൻ്റെ ഒരുമിച്ച് നിന്നുള്ള പ്രാർത്ഥന. കാരണം പ്രാർത്ഥന എപ്പോഴും ഒരു നന്ദിയുടെ ഭാഗങ്ങളുടെ കൂടിയാണ്. ദൈവം നീ തന്ന കുടുംബത്തിന്, നീ തന്ന കുടുംബ സൗകര്യങ്ങൾക്ക്, നീ തന്ന മക്കൾക്ക്, നീ തന്ന സാഹചര്യങ്ങൾക്ക് എല്ലാത്തിനുള്ള നന്ദിയുടെ കൂടിയാണ്. കുറച്ച് സമയമാണെങ്കിൽ എത്ര സമയമാണെങ്കിൽ പോലും ആ ഒരുമിച്ചിരുന്ന ദൈവത്തിന് ഒരു കുടുംബമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിന് നമുക്ക് കൊടുക്കാവുന്ന വലിയൊരു പ്രതിസമ്മാനങ്ങളുടെ കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടുംബത്തിന് അധികം സമയം കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ളതിൻ്റെ ഒരു കാരണം അവർ തന്നെ പറയുക, കുടുംബത്തെ പോറ്റാൻ വേണ്ടി 100 വ്യഗ്രതകളാണ്. അതിനിടയിൽ ആത്മീയത അവർ മറക്കുന്നു. ഭൗതികതയിലാണ് അവരെല്ലാം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കുടുംബത്തെ പോറ്റാൻ എങ്ങനെ പണമുണ്ടാക്കാം, കുട്ടികളെ വളർത്താൻ എങ്ങനെ പണമുണ്ടാക്കാം, ആ ഒരു വ്യഗ്രതയിൽ നഷ്ടപ്പെടുന്നത് ആത്മീയതയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നഷ്ടപ്പെടുന്നത് ഈ തലമുറയുമാണ്. നഷ്ടപ്പെടുന്നത് അവനവൻ്റെ ആത്മീയത മാത്രമല്ല അച്ഛാ, നഷ്ടപ്പെടുന്നത് മക്കളുടെ ആത്മീയതയുടെ കൂടിയാണ്. കാരണം ഈ മക്കൾ അപ്പനും അമ്മയും കാണുന്നത് ഒരു വർക്കിംഗ് മെഷീനായിട്ട് മാത്രം. അവർക്ക് അപ്പനും അമ്മയിൽ നിന്നും കിട്ടേണ്ട ഒരു മെഷീൻ്റെ ഇഫക്റ്റ് അല്ല. അവർക്ക് കിട്ടുന്നത് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹവും അപ്പൻ്റെയും അമ്മയുടെ സാന്നിധ്യവും അപ്പൻ്റെ അമ്മയുടെ മുമ്പിലുള്ള തുറവിയും അവരോടുള്ള സൗഹൃദങ്ങളുടെ കൂടിയാണ്. അപ്പോൾ അതിനൊന്നും സമയമില്ലാതെ അവർക്ക് വേണ്ടി അധ്വാനിച്ച് കാശുണ്ടാക്കിയിട്ട് അവർ വലിയ സ്കൂളിലേക്കൊക്കെ അയച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താ, അവർക്ക് സ്നേഹവും ഈ ആശ്വാസം കിട്ടുന്ന കൂട്ടുകെട്ടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്കോ അവർ തിരിയും. നമ്മുടെ പല കുട്ടികളും ഇപ്രകാരം മദ്യത്തിനോ മയക്കുമരുന്നിനോ മോശമായിട്ടുള്ള കൂട്ടുകെട്ടുകളിലോ ഒക്കെ പെടാനോ അല്ലെങ്കിൽ മറ്റ് സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ അപ്പനെയും അമ്മയെയും ഓർക്കാതിരിക്കാനൊക്കെയുള്ള കാരണം ഇതാണ്. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു വിത്തില്ല. ആ വിത്ത് ആ ഒരു പൊക്കിൾക്കോട് ബന്ധമാണ് ആ വിത്ത്. കാരണം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ നെഞ്ചിലെ ചൂട് എന്നിലുള്ളിടത്തോളം കാലം ഞാൻ ഒരിക്കലും വഴിതെറ്റിപ്പോവില്ല. ആ ചൂട് എന്നുള്ളത് ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കാശല്ല, അവർക്ക് ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളുമല്ല. ആ ചൂട് എന്ന് പറയുന്നത് എൻ്റെ സ്നേഹത്തിൻ്റെ ഊഷ്മളത. അവർ എന്നോട് ചേർന്ന് നിന്ന് ഞാൻ അവർക്ക് വേണ്ടി പെടുന്ന കഷ്ടപ്പാട് അവർ മനസ്സിലാക്കുകയും അവരും ഞങ്ങളുടെ കഷ്ടപ്പാട് തിരിച്ചറിയുകയും അങ്ങനെ കുടുംബം ഒന്നായ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ നന്നായിട്ടും സന്തോഷത്തിലും വളർത്താനായിട്ട് പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയാണെങ്കിലും നടത്തുന്ന ബുദ്ധിമുട്ടാണ്. അല്ലാതെ പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ നഷ്ടപ്പെടുന്ന കാര്യം ഭേദം പൈസ ഇല്ലാതെ മക്കളെ നേടുന്നതാണ്. ഇവിടെയാണ് സാറിൻ്റെ കുടുംബത്തിൻ്റെ ആ 2 വലിയ കാര്യങ്ങളുടെ പ്രസക്തി. ഒന്ന്, കുടുംബത്തോടൊപ്പമുള്ള ഒരു വിശ്വാസയാത്ര, കുടുംബത്തോടൊപ്പമുള്ള ഒരു ധ്യാനം, അതോടൊപ്പം തന്നെ കുടുംബത്തോടൊപ്പമുള്ള ഉല്ലാസയാത്രയും. ഒരു വിശ്വാസ തീർത്ഥാടനത്തെക്കുറിച്ച് സാറ് സൂചിപ്പിച്ചു. ഇത് സാറിൻ്റെ ജീവിതത്തിൽ വളരെ ഭംഗിയായി പോകുന്നതുകൊണ്ട് തന്നെ സാറിൻ്റെ കുടുംബം സ്വർഗ്ഗതുല്യമാണ്. അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വലിയ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആയിരിക്കണമേ എന്ന്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും ഇത് വളരെ അനിവാര്യമാണെന്ന് തന്നെയാണ് എൻ്റെയും തോന്നുന്നത്. സാറിനും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനൊരു കേവലമായ ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും കൂടുതലായിട്ടൊക്കെ നന്നായിട്ട് കുടുംബത്തെ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും വിശുദ്ധിയിലൊക്കെ നിർത്താവുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ നടത്തുന്ന ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ചൊല്ലുന്ന പ്രാർത്ഥനകളെക്കുറിച്ചാണ് നേരത്തെ സൂചിപ്പിച്ച്. ഞങ്ങൾ സങ്കീർത്തനങ്ങൾ ചൊല്ലും, കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ചുണ്ടാവും. അപ്പം ഈ അസുഖമോ അല്ലെങ്കിൽ യാത്രയോ ഒഴിച്ചാൽ ബാക്കി ഒരു ദിവസം പോലും ഞാനോ ഞങ്ങളുടെ മക്കളോ എൻ്റെ ജീവിതമംഗൾ റൂബി ഉൾപ്പെടെ ആരും കുർബാന മുടക്കിയതായിട്ട് എനിക്കറിയില്ല ഒരിക്കലും. അത് എനിക്കങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എന്തൊരു കുറവുള്ളതാവട്ടെ, എത്രയോ അച്ഛന്മാർ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ കുർബാന വ്യക്തിപരമായി പോലും പ്രൈവറ്റ് മാസ് പോലും ചെല്ലിയ സമയങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു, സന്തോഷത്തോടെ ഓർക്കുന്നു. അത് വലിയൊരു നിർവൃതിയാണ് എൻ്റെ. ഈ കുടുംബത്തിൽ ഒരു കുടുംബ സദസ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്തെ. അതായത് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒന്നും വരുന്നതിന് മുമ്പ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അന്നത്തെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന ഒരു സദസ്സ്. അപ്പോൾ മാതാപിതാക്കൾ അവരുടെ കാര്യങ്ങൾ, അന്നത്തെ കാര്യങ്ങൾ പങ്കുവയ്ക്കും, കുട്ടികൾ അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കും. ആ ഒരു സദസ്സ് ഇല്ലാതെ പോകുന്നത് ഇന്നത്തെ കുടുംബ ബന്ധങ്ങളുടെ ഒരു തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. തളർച്ചയുണ്ട്, അതിനെ തുടർന്നുള്ള തകർച്ചയുണ്ട്. ഞങ്ങളുടെ മക്കൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അനുഷ്ഠിച്ചിരുന്ന വേറൊരു സമ്പ്രദായമായിരുന്നു ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്നുള്ളൊരു 1.5 മണിക്കൂർ നീണ്ടുപോകുന്നതാണ്. ആ കുടുംബ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പകുതി സമയമെങ്കിലും ഇപ്രകാരം അച്ഛൻ പറഞ്ഞിരുന്ന, ഞങ്ങളതിന് പൊതുക്കെട്ട് അഴിക്കുക എന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങൾ, അന്ന് സംഭവിച്ച കാര്യങ്ങളും മക്കൾ അറിയേണ്ട കാര്യങ്ങൾ മക്കളോട് പറയാനും, മക്കൾ ഞങ്ങൾ അറിയുന്നുള്ള കാര്യങ്ങൾ മക്കൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യവും ആ തുറവയും കൊടുത്ത് അപ്രകാരമുള്ളൊരു സ്നേഹ സമൂഹം, അത് ദൈവത്തിന് നൽകുന്ന ഒരു നന്ദിയായിട്ട്, പ്രതിനന്ദിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എപ്പോഴും കുടുംബം ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ആ ഒരു സൗഹൃദം വളരുള്ളൂ. ആ സൗഹൃദത്തിൻ്റെ ആ ഒരു തുറവിയുടെ കുറവാണ് മക്കൾക്ക് ഇന്ന് വഴിതെറ്റിപ്പാനുള്ള ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നത്. എവിടെ മക്കൾക്ക് അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് അവർ തുറവിയും അവർ സ്വാതന്ത്ര്യവും ഉണ്ടോ
ആ തുറവിയും സ്വാതന്ത്ര്യവും ഉള്ളിടത്ത് എപ്പോഴും അവരുടെ ഒരു കൈ, മാതാപിതാക്കളുടെ കയ്യിലായിരിക്കും ഈ മക്കൾ. അവരുടെ കൈ വിട്ടു പോകില്ല. മക്കൾ കൈവിട്ടു പോയാലും ഇവരുടെ കൈ അവിടെ ഉണ്ടാവും. ഈ കുടുംബ സദസ്സിലൊരു ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ആ ചർച്ചകൾ എപ്പോഴും നല്ലതുകൾ മാത്രമാണ് ചർച്ച ചെയ്യാറുണ്ടായത്. ഇപ്പോഴത്തെ ചർച്ചകളൊക്കെയും സഭയെക്കുറിച്ച് നെഗറ്റീവായിട്ട്, അച്ഛന്മാരെക്കുറിച്ച് നെഗറ്റീവായിട്ട്, ഈ സിസ്റ്റേഴ്സിനെ കുറിച്ച് നെഗറ്റീവായിട്ട്, അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ഈ സഭയോടും ഇതോടൊക്കെയുള്ള നെഗറ്റീവ് ചിന്തകളാണ് വരുന്നത്. ഇത് വലിയ അപകടത്തിലേക്കല്ല നയിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചാൽ ഈ കർത്താവ് പറഞ്ഞൊരു മനോഹരമായ കാര്യമുണ്ട്. മറ്റൊരുത്തൻ നിങ്ങളോട് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ അങ്ങോട്ട് ചെയ്യാന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തിൽ പറയാനുള്ളൊരു കാര്യം, ഏത് സംഭവത്തിലും മറുവശത്ത് നിന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണം. എന്തുകൊണ്ട് ഓരോന്നും സംഭവിക്കുന്നു? നമുക്കൊരാളെ വിമർശിക്കാനോ പരിഹസിക്കാനോ ഒക്കെ എളുപ്പമാണ്. ചവറപിതാവിൻ്റെ മനോഹരമായൊരു നിരീക്ഷണമുണ്ട്. പിഴയ്ക്കാത്ത മനുഷ്യനുമില്ല, പൊറുക്കാത്ത ദൈവമില്ല എന്നുള്ളത്. മനുഷ്യൻ തെറ്റുകളുണ്ട്. മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം മാനുഷികമായ ബലഹീനതകൾ എല്ലാവർക്കും ഉണ്ടാവാം. ആ ബലഹീനതകളെ മറികടക്കുന്നവരായിരിക്കണം പിന്നെ പുരോഹിതർ അല്ലെങ്കിൽ സഭയുടെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്നുള്ളൊരു പ്രതീക്ഷയും സ്വപ്നവും ആഗ്രഹവും തീർച്ചയായിട്ടും മറ്റു മനുഷ്യർക്കുണ്ട്. എന്നിരുന്നാൽ പോലും മാനുഷികമായ ബലഹീനതകളോ അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലുമുള്ള ശ്രദ്ധക്കുറവ് കൊണ്ട്, ജാഗ്രത കുറവുകൊണ്ട് തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ ആ തെറ്റുകളാണ് സഭ എന്ന് കാണുന്നതാണ് തെറ്റ്. ആ തെറ്റുകളെ ഇന്ന് ഊതി വീർപ്പിച്ച് ഇതാണ് ഇന്നത്തെ സഭ എന്നുള്ള രീതിയിൽ ലോകം വിമർശിക്കുമ്പോൾ ആ വിമർശനത്തോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് യാതൊരു തിരിച്ചറിവില്ലാതെയും യാതൊരു ബോധ്യമില്ലാതെയും യാതൊരു അന്വേഷണം പോലും ഇല്ലാതെയും ഈ ചർച്ചയുടെ കൂടെ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ വ്യർത്ഥഭാഷണം എന്ന് പറയുന്ന ഒരു പാപമാണ്. കർത്താവ് ശപിച്ചിട്ടുള്ള പാപങ്ങളിൽ ഒന്നും കൂടെയാണ് ഇപ്രകാരം ഈ പരദൂഷണം എന്ന നിലയിലേക്ക് എത്തുന്ന വ്യർത്ഥഭാഷണം. അത് നമ്മുടെ ആത്മീയതയെ കെടുത്തിക്കളയുന്നു. നമ്മുടെ ആത്മീയതയെ പിന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഭവമാണ് ഈ പരദൂഷണമാവുന്ന വ്യർത്ഥഭാഷണം. എനിക്ക് തോന്നുന്നു ഈ പുതിയ തലമുറ കുറേയൊക്കെ നെഗറ്റീവായിട്ട് വരാൻ കാരണവും ഈ കുഞ്ഞുനാൾ മുതൽ ഇവർ കേൾക്കുന്ന ഈ നെഗറ്റീവ് ഭാഷണം തന്നെയാണ്. ഈ സഭയ്ക്കെതിരെയും അല്ലേ? അങ്ങനെ അവർ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്നത് നെഗറ്റീവാണ്. പക്ഷെ ആ നെഗറ്റീവ് ഭാഷണത്തെ തിരുത്തി കൊടുക്കാൻ മാതാപിതാക്കൾക്ക് ഒരു കടമയുണ്ട്. ഇത് സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവോടുകൂടി അവരെ നയിക്കേണ്ട രീതിയിൽ നയിക്കാനും, ആ തെറ്റ് എന്നുള്ളത് വ്യക്തിയുടെ തെറ്റാണ്, ആ വ്യക്തിയുടെ തെറ്റെന്നുള്ളത് സഭയുടെ തെറ്റല്ല എന്നും, സഭയിൽ വ്യക്തികൾ ഉള്ളിടത്തോളം കാലം വ്യക്തികൾ മനുഷ്യരാണെന്നും മാനുഷികമായ ബലഹീനതകൾ കൊണ്ട് തെറ്റുകൾ ഉണ്ടാവാമെന്നും അവർ തെറ്റിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നും, അവർ തെറ്റിൽ വീഴുന്നത് ഒരുപക്ഷെ നമ്മളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനാക്കുറവുകൊണ്ടാണെന്നും, അതുകൊണ്ട് ഓരോ തെറ്റ് കാണുമ്പോഴും അവർക്ക് വേണ്ടിയിട്ടും സഭയ്ക്ക് വേണ്ടിയിട്ടും കൂടുതൽ തീക്ഷ്ണതയോടും കൂടുതൽ ത്യാഗത്തോടും കൂടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അവരെ അതിൻ്റെ പേരിൽ വിമർശിച്ച് അവരെ പിന്നെ ചവിട്ടിത്താഴ്ത്തി സഭയെ വികൃതമാക്കലല്ല ചെയ്യേണ്ടത് എന്നുള്ളൊരു തിരുത്തൽ, ഒരു പോസിറ്റീവ് ഡയമെൻഷൻ നമ്മുടെ കുട്ടികൾക്ക്, കുടുംബങ്ങൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാനായാൽ ഒട്ടേറെ മാറ്റങ്ങൾ വരും. ഈ പറയുന്ന ഞാനോ എന്നോട് കൂടിയിരിക്കുന്ന അച്ഛനോ ആർക്ക് തന്നെയും തെറ്റുപറ്റാം. പക്ഷെ ആ തെറ്റ് പറ്റുന്നതുകൊണ്ട് ഞാൻ പറയും, ഞാൻ തെറ്റുകാരനായി പോകുന്ന ഒരു പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന കുറവുണ്ടാവാം, എൻ്റെ മക്കളുടെ പ്രാർത്ഥന കുറവുണ്ടാവും, എൻ്റെ കുടുംബത്തിൽ ഒരു മകനോ മകളോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് എവിടെയെങ്കിലും വീഴ്ച വരുന്നുണ്ടോ, നമ്മുടെ മറ്റുള്ളവരുടെ പ്രാർത്ഥന കുറവുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ജാഗ്രത കുറവുകൊണ്ടും നമ്മുടെ പ്രാർത്ഥന കുറവുകൊണ്ടും സംഭവിക്കുന്നതാണ് എന്നുള്ള ഒരു ഡയമെൻഷനുകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും തെറ്റിലോ കുറ്റത്തിലോ പെടാതെ നമ്മുടെ സഭയെ കാത്തുകൊള്ളുക എന്നുള്ളൊരു ഒരു രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ഒരു ഡയമെൻഷൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയണം. അതിന് അവർക്ക് തന്നെ ആ ബോധ്യം ആദ്യം ഉണ്ടാവണം. അതില്ലാത്തതാണ് പ്രശ്നം. അവരും ഈ ഒരു ഒഴുക്കിലങ്ങ് പെട്ടുക ഒരിക്കലും പാടില്ല. അത് കുടുംബം തന്നെയാണ് സഭ, സഭ തന്നെയാണ് കുടുംബം. ഈ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആത്മീയതയുണ്ട്, ഒരു ദൈവിക ചിന്തകളുണ്ട്, നല്ല ആശയങ്ങളുണ്ട്. മാതാപിതാക്കൾ ഇവ പങ്കുവയ്ക്കുന്ന ഗുരുക്കന്മാരാണ്. മക്കൾ അത് കണ്ടുപഠിക്കുന്നവരും. ഇവരാണ് സഭയുടെ സമ്പത്ത്, ഇവരാണ് കുടുംബത്തിൻ്റെ സമ്പത്ത്, ഇവരാണ്